ഇഷ്ടമല്ലേ ക്യൂട്ടിന്. അതെ വില കുറവിന്റെ കട, ഡിസ്കൗണ്ടിന്റെ കട. ഇതാ 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 ഇത് നമ്മുടെ കോഴിക്കോട് SM സ്ട്രീറ്റ് ആണ്, നമ്മുടെ മിഠായിത്തെരുവ്. അതാണ് അവിടെ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ബെഡ്ഷീറ്റിൻ്റെ കളക്ഷനാണുള്ളത്. ഫാമിലി ബെഡ്ഷീറ്റ് 3 എണ്ണത്തിന് വരുന്നത് 500 രൂപയാണേ. ഇവിടെയുള്ള സ്റ്റാഫൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്, നമ്മളോട് നല്ല ഫ്രണ്ട്ലിയാണ്. വീഡിയോ ഷൂട്ട് ചെയ്യാൻ നേരം നമ്മളോട് നല്ലപോലെ എല്ലാം പറഞ്ഞു തരുന്നൊക്കെ ഉണ്ടായിരുന്നു, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ബാഗ് കണ്ടോ ഫ്രണ്ടിലിട്ടേക്കണം, അതിനൊക്കെ 200 രൂപയാണ് ബാഗിന് വരുന്നത്. പിന്നെ ഏതെടുത്താലും 149 രൂപ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കണ്ടില്ലേ, അത് ഈ ബാഗ്, ചെരുപ്പ് അതൊക്കെ വരുന്നുണ്ട്. ചെരുപ്പും ബാഗിന് 200 രൂപയാണ് വരുന്നത്. ബാക്കിയെല്ലാം 149 രൂപയാണ്. ഓരോ സെക്ഷനും ഇങ്ങനെ പേര് എഴുതിയിട്ടുണ്ട്. അതിൽ ഏത് ചെരുപ്പ് എടുത്താലും 149 രൂപ, 2 എണ്ണം എടുത്താൽ 249 രൂപയാണ് വരുന്നത്. അപ്പോൾ എല്ലാം നല്ല കളക്ഷനൊക്കെയാണ്. ചെരുപ്പൊക്കെ നല്ല കളക്ഷനും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചെരുപ്പുകളുമാണ്. നമുക്കതെടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഡാമേജ് ആയിട്ടുള്ള ഒരു പീസ് ചെരുപ്പ് പോലും നമ്മൾ കണ്ടിട്ടില്ല ഇതിനകത്ത്. ഈ കാണുന്ന പച്ച ചെരുപ്പില്ലേ, പച്ച കളറിൽ, അതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ചെരുപ്പായിട്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചെരുപ്പായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നല്ല തിരക്കുണ്ട് ഇതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നല്ല തിരക്കും ഉണ്ട്, അതുപോലെ നല്ല കളക്ഷനും ഉണ്ട്. ചെരുപ്പിൻ്റെ കളക്ഷൻ തന്നെയാണ് കൂടുതലുള്ളത്. ഇപ്പുറത്തെ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ബാഗിൻ്റെ കളക്ഷനാണ്. അതിൽ ഏത് ബാഗ് എടുത്താലും 200 രൂപ മുതലാണ് തുടങ്ങുന്നത്, 300 രൂപ വരെയാണ് വരുന്നത്. 200 രൂപ സ്റ്റാർട്ടിങ് തുടങ്ങി 300 രൂപ വരെ. ഈ ബാഗൊക്കെ ഇല്ലേ, ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. ഇതിനൊക്കെ 300 രൂപയാണ് വില വരുന്നത്. അതിൻ്റെ നമ്മൾ അതെടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, അതിൻ്റെ അത് നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ കൂടുതൽ തന്നെ ചെരുപ്പ്, ഷൂവ്, കുട്ടികളുടെ ചെരുപ്പ്, ബാഗ് അതൊക്കെയാണ് കൂടുതൽ വരുന്നത്. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ചെരുപ്പില്ലേ, അതിൽ ഏതെടുത്താലും 50 രൂപ ടൈപ്പിൻ്റെയും വരുന്നുണ്ട്. അത് നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ബാഗിൻ്റെ കളക്ഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, നല്ല കളക്ഷനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പുതിയ മോഡലിലുള്ള കളക്ഷനായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്തെ സൈഡിൽ കാണുന്ന ഈ ചെരുപ്പില്ലേ, ഇതൊക്കെ 300 രൂപ കളക്ഷനാണ്. അത് ജെൻസിൻ്റെ ചെരുപ്പൊക്കെ നല്ല നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ള ചെരുപ്പുകൾ തന്നെയായിരുന്നു. ഷൂ ഒക്കെ ഇല്ലേ, അതൊക്കെ അത്യാവശ്യം നല്ല ചെരുപ്പുകളും ഷൂവും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കളക്ഷനാണ്. ഇവിടെ വരുമ്പോൾ മാക്സിമം നമ്മൾ ഇവിടുന്നല്ല എല്ലാ കടകളിലും ഇതുപോലെ തന്നെയാണ്. ഏത് കടയിലും ഇങ്ങനെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ ഏതെടുത്താലും 300 രൂപ 500 രൂപ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ കയറുവാണെങ്കിൽ നമ്മൾ എടുക്കാണ്ടിരിക്കില്ല, കാരണം അത്രയ്ക്ക് നല്ല കളക്ഷനായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു കുട്ടികളുടെ ചെരുപ്പൊക്കെ ഇല്ലേ, അതും ഇവിടെ അവൈലബിൾ ആയിരുന്നു. എൻ്റെ ചെരുപ്പിൻ്റെ തന്നെ സൈസ് വരുന്നത് 8 സൈസ് വരുന്നത്. ഷൂവിൻ്റെ ഒക്കെ വരുമ്പോൾ 9 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ചില കടകളിലൊന്നും പോയാൽ നമുക്ക് കിട്ടൂല, പക്ഷേ ഇവിടെ എല്ലാ സൈസും ചെരുപ്പുകളും അവൈലബിൾ ആണ്. കുഞ്ഞു കുട്ടികളുടെ ചെരുപ്പില്ലേ, ഇതൊക്കെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് 100 രൂപയാണ്. നല്ല അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള ചെരുപ്പായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പെൺകുട്ടികളുടെ ചെരുപ്പാണ് അത്. ആൺകുട്ടികളുടെയും നല്ല മോഡലായിട്ടുള്ള ചെരുപ്പുകളും ഇവിടെ ഉണ്ട്. ഇവിടെ പിന്നെ സ്റ്റാഫുകളൊക്കെ നമ്മളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഇടപഴകുന്നുണ്ടായിരുന്നു. അവർ നമ്മളോട് ഏത് സാധനമാണ് വേണ്ടത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് എല്ലാവരും നല്ലപോലെ സഹകരിക്കുന്നുണ്ടായിരുന്നു. ഈ ഷൂസൊക്കെ ഇല്ലേ, കുഞ്ഞു കുട്ടികളുടെ ഷൂസ് ക്യൂട്ടായിട്ടുള്ള, അതൊക്കെ നല്ല അത്യാവശ്യം നല്ല ഷൂസുകൾ തന്നെയായിരുന്നു. നമ്മളതെടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ ക്വാളിറ്റിയും. പിന്നെ ഏത് കളർ വേണമെങ്കിലും, ഏത് ഷൂസിൽ ഇപ്പോൾ നമ്മൾ വൈറ്റ് വേണ്ട, റെഡ് മതി, ആ കളറെന്നാൽ ഇവിടെ കാണും. എന്നാൽ റെഡ് വേണ്ട, ഗ്രീൻ മതി, യെല്ലോ, ഏത് കളറും നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പുറത്തെ സെക്ഷനിൽ വരുമ്പോൾ ആ കടയിൽ തന്നെയാണ് 10 രൂപ തുടങ്ങിയുള്ള സാധനങ്ങളായത് കൂടുതലും. 10 രൂപേൻ്റെ വരുന്നത് കീ ചെയിൻ, കമ്മൽ, അതൊക്കെ അങ്ങനത്തെ ഐറ്റംസൊക്കെ, ഫാൻസി ഐറ്റങ്ങളൊക്കെ അതൊക്കെ 10 രൂപ 5 രൂപ സ്റ്റാർട്ടിങ് തുടങ്ങിയാണ് ഉള്ളത്. ബെൽറ്റ് ഇല്ലേ, ഈ ബെൽറ്റ് ഇത് ആണെങ്കിൽ നല്ല ബെൽറ്റാണ്. ഇതിനൊക്കെ 160 രൂപയാണ് വരുന്നത്. അത് നമുക്ക് ഏത് കളറിലെ വേണമെങ്കിലും എടുക്കാം. എല്ലാ കളറിലെ ബെൽറ്റുകളും ഇവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ കുഞ്ഞു കുട്ടികളിൽ തുടങ്ങി മുതിർന്നവരുടെയും എല്ലാവരുടെയും ബെൽറ്റുകൾ ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ഫാൻസി ഐറ്റങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ സെക്ഷനിൽ. വാച്ചുകൾ, കമ്മലുകൾ, വളകൾ ഇതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന ഈ ഇതൊക്കെ ഇല്ലേ, കുട്ടികളുടെ പെൺകുട്ടികളുടെ ഐറ്റംസ്, അതിനൊക്കെ 20 രൂപയാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. പിന്നെ നമ്മൾ തലയിലൊക്കെ വെക്കുന്ന ക്യാപ്പില്ലേ, അതൊക്കെ 50 രൂപ സ്റ്റാർട്ടിങ്ങിലാണ് തുടങ്ങുന്നത്. അതൊക്കെ നമ്മൾ പിന്നെ കയ്യിലൊക്കെ ഇടുന്ന ചെയിന്, കഴുത്തേലിടുന്ന ചെയിന്, അതിനൊക്കെ 20 രൂപയാണ് വരുന്നത്. അത് നല്ല മോഡേണായിട്ടുള്ളത്, ഈ വെള്ളീൻ്റെയൊക്കെ മോഡേണായിട്ടുള്ള മാലകളില്ലേ, അതൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു. ചെയിനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വണ്ടിയിലൊക്കെ ഇടുന്ന ഈ കീയിലൊക്കെ ഇടുന്ന കീ ചെയിനില്ലേ, അതിനും 10 രൂപ സ്റ്റാർട്ടിങ്ങിലാണ് തുടങ്ങുന്നത്.
അത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി. നമ്മൾ ഈ കടയിൽ കയറുവാണെങ്കിൽ ഏത് സാധനം നമ്മൾ എടുത്തു പോകും. അത്രയ്ക്കും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു കൂടുതലും. പെൺകുട്ടികൾക്ക് പറ്റിയ ഫാൻസി ഐറ്റംസ് എന്ത് സാധനങ്ങളും നമുക്ക് ഈ കടയിൽ തന്നെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഒത്തിരി കയ്യിൽ നിന്ന് പൈസ ഒത്തിരി ഒന്നും ഇറങ്ങണമില്ല, എന്നാൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നല്ല കൂട്ടുകാർ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി ഞങ്ങൾ മിഠായിത്തെരുവിലെ പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒന്ന് ശ്രമിച്ചേക്കണേ. താങ്ക്